മത്തി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുകൊണ്ട് നല്ല 2 ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മത്തി നന്നാക്കി എടുക്കാം. മത്തി നന്നാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ അത് പ്രത്യേകിച്ച് കാണിക്കേണ്ടതില്ലല്ലോ അല്ലേ. മത്തി നന്നാക്കി ഉപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട് ചട്ടിയിൽ. ഉപ്പിട്ട് നന്നായി തേച്ച് കഴുകിയെടുക്കണം. അപ്പം നമ്മൾ എത്ര നല്ല കറി വെച്ചാലും മത്തി നന്നായി ക്ലീൻ ചെയ്തെടുത്തില്ലെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പം നമുക്ക് ഈ മത്തി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. ഉള്ളിലത്തെ കറുത്തതൊക്കെ കളയണം. എല്ലാവർക്കും അറിയുന്നതാണ്. കറുത്തൊക്കെ നന്നായി കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് വെട്ടി ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകിയെടുക്കണം. എല്ലാവരും മഴ കിട്ടിയ ആശ്വാസത്തിലായിരിക്കും അല്ലേ. നല്ല ചൂടായിരുന്നപ്പോൾ മഴ കിട്ടിയിട്ട് എല്ലാവർക്കും നല്ല സന്തോഷമായി കാണും അല്ലേ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാ മത്തിയും നമുക്ക് നല്ല വൃത്തിയായിട്ട് നന്നാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് മത്തിയൊക്കെ നന്നായി തേച്ച് കഴുകി വെളുപ്പിച്ചെടുത്ത് നല്ല വെള്ളി പോലെ വെളുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വിദ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ചെറുതായിട്ട് 2-3 വര ഇങ്ങനെ കൊടുക്കാം, വരഞ്ഞെടുക്കാം. എല്ലാ മീനും ഇതുപോലെ വരഞ്ഞെടുക്കാം. എല്ലാ മീനും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലുത് നോക്കിയിട്ട് വറുക്കാൻ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കുക. എല്ലാ മീനും ഇട്ട് കൊടുത്ത് ഇതിന് നമുക്ക് നല്ല ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കണ്ട, ചെറിയ രീതിയിലൊന്ന് 2 വശവും മുറിച്ചെടുത്താൽ മതി. മീനൊക്കെ ഒരു വശം മൂത്ത് വന്നു. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. ഇനി ഇത് കൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മീനൊക്കെ 2 വശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ. ഒരു സ്പെഷ്യൽ മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ മുളക് കറിക്ക് എന്തിനാ തേങ്ങ എന്ന്? അത് പറഞ്ഞുതരാം. ചട്ടി ചൂടായി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു. ഇതിനകത്തേക്ക് ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ചിലർ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. വെളുത്തുള്ളി വേണ്ടത് ചേർക്കാം. ഞാൻ മീൻകറിക്ക് വെളുത്തുള്ളി ചേർക്കാറില്ല.
എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് 4 എടുത്തത്. ഇതിനി നന്നായി വഴണ്ട് വരട്ടെ. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, നന്നായി ഇളക്കി യോജിപ്പിക്കാം. പൊടികളൊക്കെ പച്ചമണം മാറി ഇതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വറുത്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ മീൻകറി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ചരണ്ടി വെച്ച് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ, നമ്മൾ അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലേശം തേങ്ങാപ്പാലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അടിപൊളി കുറുകി വന്ന് നല്ല ചുമന്ന, ക്യാമറയിൽ എത്രയൊന്നും കാണുന്നുണ്ടെന്ന് അറിയില്ല, നല്ല അടിപൊളി മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വറക്കാൻ എടുത്ത് വെച്ച മീനിലേക്ക് ഉള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുത്ത് മീനിൽ പുരട്ടി വറുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. മീൻ വറുക്കാൻ അരിഞ്ഞു വെച്ചതിലേക്ക് അരപ്പരച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മീനൊക്കെ മുളക് തേച്ച് വെച്ചു. ഇനി നമുക്ക് 5 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം വറുത്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി എടുപ്പിച്ച് വെച്ചു. ചട്ടി ഇടാൻ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് പരട്ടി വെച്ച മീൻ ഒരു വശം മൂത്ത് വന്നു. നമുക്കിനി അടുത്ത വശം തിരിച്ചിട്ട് മൂപ്പിക്കാം. അടുത്ത വശം കൂടി മൂക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്പെഷ്യൽ മീൻ മുളകിട്ടതും മീൻ വറുത്തതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എന്നായിരിക്കും. ബൈ ബൈ.